അമൽ സാറേ, നമ്മുടെ കേരള PSC ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ അല്ലെ? അതെ, പുതിയ കുറച്ച് തസ്തികകളിലേക്ക് PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്താണെന്നറിയാം മിസ്സേ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ സാർ നമ്മുടെ ഏജ് ലിമിറ്റ് ഒക്കെ എങ്ങനെയാ? 20-നും 28-നും ഇടയിൽ പ്രായമുള്ള യുവക്കൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് 2/1/1996 ശേഷം ജനിച്ചവർക്കും, അതായത് 1/1/2004 ഇടയിൽ ജനിച്ചവർക്കുമായിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ 3 ടൈപ്പ് ആണ് അല്ലെ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. ഏതൊരു എക്സാമിനുള്ളത് പോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ, അങ്ങനെ 3 തരത്തിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ +2 ലെവലാ അല്ലെ? അത് +2 ലെവലാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എനിക്കത് +2 ലെവൽ ആക്കിയ ശേഷമുള്ള പോലീസിന്റെ 2ാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ഇത് വന്നിട്ടുള്ളത്. ഒരു +2 ലെവൽ പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത്, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. എന്താണ് പെൺകുട്ടികൾക്ക് അല്ലെ? പെൺകുട്ടികൾക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ? ഒരുപാട് പേരുണ്ട്. ഞാൻ ഇപ്പൊ എത്രയോ പെൺകുട്ടികളാണ് വണ്ടി ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്, ബൈക്ക് ഓടിക്കുന്നത്, ബുള്ളറ്റ് ഒക്കെ ഓടിച്ചു പോകുന്ന പെൺകുട്ടികൾ വരെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ വാഹനങ്ങൾ ഓടിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായ യോഗ്യതകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആകാനുള്ള സുവർണാവസരം. പെൺകുട്ടികളെ സംബന്ധിച്ച് സുവർണാവസരമാണ്. സേനകളിൽ കയറാൻ സുവർണാവസരം. അതും +2 ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നത് പണ്ടൊക്കെ ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു ഒരു ഹരം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പെൺകുട്ടികളിലേക്ക് പോലീസിലേക്ക് സ്ത്രീകൾക്കും കയറാൻ പറ്റും. അവകാശം. അപ്പൊ മോസ്റ്റ് പൊസസ് കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉള്ളതും, ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഗിയറുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മുതൽ ഹെവി വെഹിക്കിൾ വരെ ഓടിക്കാൻ കഴിയുന്ന ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ബാഡ്ജ് ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇതുള്ളത്. മിസ് 30/11/2024 ഈ ഗസറ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് സമയമുണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ആരും മാറ്റി വെക്കണ്ട, ടൈം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നീക്കി വെക്കണ്ട. ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം. 1/1/2025 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് നിമിഷത്തിലേക്ക് ഒരിക്കൽ പോലും ഒരു പരീക്ഷയുടെ ആപ്ലിക്കേഷൻ അയക്കാം എന്നുള്ള രീതി ഇരിക്കേണ്ടത് കേട്ടോ. നമുക്ക് എത്രത്തോളം നമ്മൾ വാല്യൂ കൊടുക്കുന്നോ അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സാമിന് വാല്യൂ കൊടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇതിന്റെ നമ്മുടെ എത്രയാണ് സാലറി, അതാണല്ലോ എല്ലാവരും നോട്ടം അല്ലെ? സാലറി എത്രയായിരിക്കും? 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി സ്കെയില്. ചെറിയതൊന്നും അല്ല. ഇനി ശമ്പള പരിഷ്കരണ കമ്മീഷനൊക്കെ വരുമ്പോൾ സർവീസിൽ കയറി 20-നും 28-നും ഇടയിൽ പ്രായമാണ്. നിങ്ങൾ റിട്ടയർഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന സാലറി സ്കെയിലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ എത്രമാത്രം ശമ്പള പരിഷ്കരണ കമ്മീഷനൊക്കെ വരും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാൽക്കുലേറ്റ് ചെയ്യുക. റിട്ടയർഡ് ആകുമ്പോൾ എനിക്ക് എത്ര കിട്ടും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതുപോലെ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ആപ്ലിക്കേഷൻ അയക്കുന്നത് മുതൽ ഈ ഒരു പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് ആകുന്നിടം വരെയും നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അത് മസ്റ്റ് ആയിട്ട് അവര് പറയുന്നുണ്ട്, നോട്ടായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് അപ്ലൈ ചെയ്തതിനു ശേഷം ഇതൊക്കെ സെറ്റ് ആക്കാം എന്ന് വിചാരിച്ചിരിക്കണ്ട. അന്ന് മുതൽക്കേ അപ്ലൈ ചെയ്യുന്ന അന്ന് മുതൽക്കേ നിങ്ങളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും പ്രോസസ് ചെയ്ത് ലാസ്റ്റ് സമയത്തേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊന്നും ആകരുത്. അവർ നോട്ടായിട്ട് തരുന്നുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് പൊസസ് കറന്റ് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ബാഡ് ത്രൂ ഔട്ട് ദ ഓൾ സ്റ്റേജ് ഓഫ് ദി സെലക്ഷൻ എന്നാണ് അവർ പറയുന്നത്. എല്ലാ ഘട്ടത്തിലും, അത് ആപ്ലിക്കേഷൻ അയക്കുന്നിടം മുതൽ എക്സാമിലും അതോടൊപ്പം തന്നെ പിന്നീട് എല്ലാ സ്റ്റേജിലും നിങ്ങൾ എന്ത് വേണം, ഈ പറയുന്ന ബാഡ്ജും ലൈസൻസും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കുക, അല്ലെങ്കിൽ ഓർത്തിരിക്കുക കേട്ടോ. ഒരുപാട് വേക്കൻസി, വലിയ അവസരം. ഈ അവസരങ്ങളൊന്നും പിന്നീട് നിങ്ങളിലേക്ക് വരില്ല. കിട്ടുന്ന അവസരത്തിൽ എന്ത് ചെയ്യുക, കയറി പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മിസ് ഇവർ എവിടെ പഠിക്കും, എന്ത് പഠിക്കും? അതാണ് ഒരു വലിയൊരു, നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരല്ലോ, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആകണം, പഠിക്കണം. അതിനുള്ള കോഴ്സസ് എവിടെ അവൈലബിൾ ആണ്? ഈ കോഡോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചും ലൈവുകളെ കുറിച്ചും ഒക്കെ ഒട്ടുമിക്കവർക്കും അറിയാം. അപ്പം നിങ്ങൾ എന്താ നമ്മുടെ ലൈവുകളൊക്കെ ഒന്ന് കാണുക. നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മുടെ ലൈവുകളെല്ലാം കിടപ്പുണ്ട്, ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കാണുക. ജസ്റ്റ് ഞങ്ങളുടെ ബാച്ച് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വിത്ത് മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പോലീസ് ഡ്രൈവർ ആകാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരത്തിലേക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.